കമ്പനിയിൽ നിനക്കും ഏട്ടനും ഒരുപോലെ തന്നെ അവകാശം. ഇന്നലെ ഏട്ടൻ പറയുന്നത് കേട്ടില്ലേ? എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കമ്പനിയിൽ കയറിയതാണെന്ന്. എന്നാൽ നീ എന്താ പറഞ്ഞത്? 2 ദിവസം റെസ്റ്റ് വേണമെന്ന്. എന്തുകൊണ്ട് നിന്റെ ഏട്ടൻ എക്സാം കഴിഞ്ഞ് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ പിറ്റേ ദിവസം തന്നെ ജോലിയിൽ കയറിയത്? ഉത്തരവാദിത്തം. അതുവരെ അച്ഛനാ കമ്പനി നോക്കി നടത്തിയിരുന്നത്. അച്ഛന് കുറച്ച് റെസ്റ്റ് കൊടുക്കണമെന്ന് നിന്റെ ഏട്ടന് തോന്നി. എന്നാ നിനക്ക് ആ ഉത്തരവാദിത്തം ഇല്ല. അതുകൊണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിക്കാൻ അച്ഛനും അരുണേട്ടനും കഴിയുന്നുണ്ടാവില്ല. സ്വന്തം കമ്പനിയിൽ തന്നെ മറ്റൊരാളുടെ കീഴിലാണല്ലോ ജോലി ചെയ്യേണ്ടി വരുന്നതെന്ന് വിചാരിച്ചെങ്കിലും നീ കുറച്ച് ഉത്തരവാദിത്തം കാണിച്ചു തുടങ്ങുമെന്ന് അവർ കരുതുന്നുണ്ടാവും. രാജി പറഞ്ഞു. എന്നാലും ഏടത്തി, അയാൾ പോലും എന്നെ കളിയാക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അമ്മ പറഞ്ഞു. ആര്? രാജി ചോദിച്ചു. ആ ഹരിയേട്ടൻ. അമ്മ പറഞ്ഞു. അതിന് ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കല്ല വേണ്ടത്. അവർ വിചാരിക്കുന്നത് പോലെയല്ല നീ നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് അയാൾ നിന്നെ ഏൽപ്പിക്കുന്ന ജോലിയെല്ലാം നീ നന്നായി ചെയ്തു കാണിക്കണം. നീ എഴുന്നേറ്റ് വായോ, അച്ഛനും അരുണേട്ടനും വരാറായി. കമ്പനിയിൽ ഇന്നുണ്ടായ സിറ്റുവേഷൻ ഓർത്ത് നീ ഇവിടെ മൂഡ് ഓഫ് ആയിരിക്കുകയാണെന്ന് നിന്റെ ഏട്ടൻ അറിഞ്ഞാൽ നിനക്ക് കൂടുതൽ ടാസ്ക് തന്നെന്നിരിക്കും, രാജി പറഞ്ഞു. അപ്പോൾ അവൾ എഴുന്നേറ്റ് രാജിയുടെ കൂടെ പോയി. അവർ ലിവിംഗ് റൂമിലെത്തുമ്പോൾ അവിടെ രാജശേഖരനും അരുണും എത്തിയിരുന്നു. അവരെ കണ്ട് രാജശേഖരൻ അമ്മുവിനോട് ചോദിച്ചു. അമ്മു, ഇന്ന് ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? ഞാൻ ഇന്ന് പോയതല്ലേ ഉള്ളൂ അച്ഛാ, അപ്പം തന്നെ എങ്ങനെ പറയുക? അമ്മു പറഞ്ഞു. നീ എന്താ പറയാതെ പോന്നത്? അരുൺ ചോദിച്ചു. അവിടെയുള്ള എല്ലാ ജോലിക്കാരും എന്നും ഏട്ടനോട് വന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? അമ്മു ചോദിച്ചു. അവിടെയുള്ള മറ്റു ജോലിക്കാരെ പോലെയാണോ നീ? അരുൺ ചോദിച്ചു. എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല, അമ്മു പറഞ്ഞു. നീ വർക്കിൽ നന്നായി പെർഫോം ചെയ്ത് കാണിക്ക്, അപ്പോൾ നിനക്കും നല്ലൊരു സ്ഥാനം കമ്പനിയിലുണ്ടാകും, രാജശേഖരൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട. ഞാൻ പെണ്ണല്ലേ, കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോണ്ടവൾ. അപ്പോൾ പിന്നെ കമ്പനിയിൽ എനിക്ക് സ്ഥാനം തരുന്നത് എന്തിനാ? അതും കൂടി ഏട്ടന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് അമ്മ അവളുടെ റൂമിലേക്ക് പോയി. രാജശേഖരനും അരുണുമുള്ള ചായയുമായി വന്ന ജയ ചോദിച്ചു. ഈ പെണ്ണിന് എന്തു പറ്റി? ഓഫീസിൽ നിന്ന് വന്നത് മുതൽ മുഖം വീർപ്പിച്ചാണല്ലോ. അവൾക്ക് ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെയാ, അരുൺ പറഞ്ഞു. അരുണും രാജശേഖരനും ജയ കൊണ്ടുവന്ന ചായ എടുത്തു കുടിച്ചു. അമ്മു അവളുടെ റൂമിൽ പോയി സങ്കടപ്പെട്ട് കിടന്നു. ആ സമയത്ത് ദീപക് അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് അമ്മു പറഞ്ഞു. ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ നിന്റെ കാര്യം. ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ എന്നോ? ഞാനിവിടെ ഏത് സമയവും നിന്നെ വിചാരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, ദീപക് പറഞ്ഞു. ഐ മിസ് യു ദീപക്, അമ്മു പറഞ്ഞു. എനിക്കും അതെ, നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കോളേജിലായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ, ദീപക് പറഞ്ഞു. ശരിയാ, കോളേജ് ലൈഫാ നല്ലത്, അമ്മു പറഞ്ഞു. നീ കമ്പനിയിൽ പോയി തുടങ്ങിയില്ലേ? അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ദീപക് ചോദിച്ചു. അവിടെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് എൻ്റെ കൂടെ കമ്പനിയല്ലേ, എന്നിട്ടും എന്നെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ നിർത്തിയിരിക്കുക, അമ്മു പറഞ്ഞു. തുടക്കത്തിൽ തന്നെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് നല്ലതല്ലേ അമ്മു? നല്ല പ്രാക്ടീസ് കിട്ടുമല്ലോ, ദീപക് പറഞ്ഞു. ആദ്യം തന്നെ സ്വയം വർക്ക് ചെയ്യാൻ തുടങ്ങിയ എന്താ കുഴപ്പം, അമ്മു ചോദിച്ചു. ആദ്യം തന്നെ സ്വയം വർക്ക് ഏറ്റെടുത്ത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ കമ്പനി നമ്മളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തും, ദീപക് ചോദിച്ചു. അത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ. ഇത് എൻ്റെ സ്വന്തം കമ്പനിയല്ലേ, അമ്മു പറഞ്ഞു. നീ എല്ലാം പോസിറ്റീവായി ചിന്തിക്ക്. നിന്റെ കമ്പനി ആയാലും നിനക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടിയാൽ അത് നിനക്ക് തന്നെയല്ലേ നല്ലത്, ദീപക് ചോദിച്ചു. അത് ശരി തന്നെയാ, പക്ഷേ അയാൾ എന്നെ വെറുതെ കളിയാക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അതാ എനിക്ക് ദേഷ്യം വരുന്നത്, അമ്മു പറഞ്ഞു. ഇപ്പം നീ ഒരു ദേഷ്യവും കാണിക്കാതെ നല്ല പ്രാക്ടീസ് നേടിയെടുക്ക്. ഒരു പക്ഷേ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൂടെ വരേണ്ടി വന്നാൽ പെട്ടെന്നൊന്നും അവർ നമ്മളെ അംഗീകരിച്ചെന്ന് വരില്ല. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും പെട്ടെന്ന് ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റും, ദീപക് പറഞ്ഞു. ദീപക്, ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ ഇറങ്ങി വരാനൊന്നും എനിക്ക് പറ്റില്ല. എൻ്റെ ഏട്ടനെക്കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. ഞാൻ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ അനിയത്തിയെന്നൊന്നും ഏട്ടൻ നോക്കില്ല. നീ ആദ്യം ജോലിക്ക് എവിടെയെങ്കിലും കയറ്, എന്നിട്ട് വീട്ടുകാരുമായി വന്ന് പെണ്ണ് ചോദിക്ക്, അമ്മു പറഞ്ഞു. നിനക്ക് എക്സാം കഴിഞ്ഞതും ജോലിക്ക് കയറാൻ പറ്റിയത് സ്വന്തം കമ്പനി ആയതുകൊണ്ടാ. എനിക്കങ്ങനെ സ്വന്തമായി കമ്പനിയൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടാതെ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നത് എങ്ങനെയാ, ദീപക് ചോദിച്ചു. വീട്ടിലിരുന്ന് നീ എന്തു ചെയ്യും?
അമ്മു ചോദിച്ചു. മൊബൈൽ നോക്കിയിരിക്കും. അമ്മ വഴക്ക് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, ദീപക് പറഞ്ഞു. നിനക്കപ്പോൾ ബേക്കറിയിൽ പോയി നിന്റെ അച്ഛനെ സഹായിച്ചൂടെ? അമ്മു ചോദിച്ചു. അയ്യേ, ബേക്കറിയിലോ? നാണക്കേട്, ദീപക് പറഞ്ഞു. എന്ത് നാണക്കേട്? ആ ബേക്കറി നടത്തി തന്നെയല്ലേ നിന്റെ അച്ഛൻ നിന്നെ എഞ്ചിനീയറാക്കിയത്. പിന്നെ നാണക്കേട് തോന്നേണ്ട കാര്യം എന്താ? എൻ്റെ ഏട്ടൻ എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ അച്ഛനെ സഹായിക്കുന്നതാ, അമ്മു പറഞ്ഞു. നിന്റെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടത്തുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച നിന്റെ ഏട്ടൻ അവിടെ ജോലി ചെയ്യുന്നു. എന്നാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ബേക്കറിയിൽ പോയിരിക്കുന്നത് എങ്ങനെയാ? ദീപക് ചോദിച്ചു. എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യത ഉണ്ട് ദീപക്. എത്രയോ ഡിഗ്രിയുള്ള ആൾക്കാർ വരെ കൂലിപ്പണിക്ക് പോകേണ്ടി വരാറില്ലേ? അവർ നാണക്കേട് നോക്കിയിരുന്ന അവരുടെ കുടുംബം കഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം, അമ്മു പറഞ്ഞു. നമ്മുടെ കുടുംബം അങ്ങനെ കഷ്ടപ്പെടുമൊന്നുമില്ല. നമ്മൾ രണ്ടാളും എൻജിനീയേഴ്സ് അല്ലേ. നീ പ്രാക്ടീസ് വരെ തുടങ്ങി. മാത്രല്ല നിനക്ക് സ്വന്തമായി കമ്പനി വരെ ഉണ്ട്. പിന്നെ നമ്മളെങ്ങനെ കഷ്ടപ്പെടും? ദീപക് പറഞ്ഞു. എൻ്റെ കമ്പനി കണ്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? അമ്മു ചോദിച്ചു. ഛേ, അങ്ങനെയൊന്നുമല്ല. നീ അങ്ങനെ വിചാരിക്കല്ലേ, ദീപക് പറഞ്ഞു. എനിക്കറിയാം നിനക്കെന്നോട് നല്ല സ്നേഹമുണ്ടെന്ന് ദീപക്. എൻ്റെ വീട്ടുകാരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛൻ എൻ്റെ മകൾ ഇങ്ങനെ ആയിരിക്കണമെന്നും ഏട്ടൻ എൻ്റെ അനിയത്തി അങ്ങനെ ആയിരിക്കണമെന്നും വിചാരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാ എന്നെ വളർത്തുന്നത്. എന്നാൽ എനിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെന്ന് അവരാരും മനസ്സിലാക്കുന്നില്ല, അമ്മു പറഞ്ഞു. ഞാൻ നിന്നെ എൻ്റെ ജീവനോളം സ്നേഹിക്കുന്നുണ്ടമ്മു. അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാനും കഴിയും. എൻ്റെ കൂടെ വന്നാൽ നിനക്ക് നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാം. ഒന്നിനും ഞാൻ നിന്നെ തടയില്ല, ദീപക് പറഞ്ഞു. ഐ ലവ് യു ദീപക്. എത്രയും പെട്ടെന്ന് നിൻ്റെ അടുത്തെത്താൻ എനിക്ക് തോന്നുക, അമ്മു പറഞ്ഞു. നീ എത്രയും പെട്ടെന്ന് എൻ്റേതാവണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്, ദീപക് പറഞ്ഞു. ശരി ദീപക്, കമ്പനിയിൽ പോയി തുടങ്ങിയപ്പോൾ നല്ല ക്ഷീണമുണ്ട്. കഴിച്ചിട്ട് കിടക്കാൻ നോക്കട്ടെ, അമ്മു പറഞ്ഞു. ശരി, അച്ഛൻ വരാറായി. ബേക്കറിയിൽ നിന്ന് സ്വീറ്റ്സ് കൊണ്ടുവരും. ഞാൻ അവിടെ ഇല്ലെങ്കിൽ 2 പെണ്ണുങ്ങളും കൂടി ആദ്യം കൈക്കലാക്കും. ഞാൻ അവിടേക്ക് ചെല്ലട്ടെ, ദീപക് പറഞ്ഞു. നിനക്ക് ബേക്കറിയിൽ പോയി അച്ഛനെ സഹായിക്കാൻ നാണക്കേടാ? അച്ഛൻ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വീറ്റ്സ് ആദ്യം കിട്ടണം അല്ലേ? അമ്മു ചോദിച്ചു. അത് പിന്നെ സ്വീറ്റ്സ് എനിക്ക് നല്ല ഇഷ്ടാ. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല, ദീപക് പറഞ്ഞു. ശരി, ചെല്ല് എന്ന് പറഞ്ഞ് അമ്മു കോൾ കട്ട് ചെയ്തു. ഹരി ഓഫീസിൽ നിന്നെത്തി കുളിച്ച് ഡ്രസ് മാറിയതിനു ശേഷം ബെഡിൽ കിടന്നുകൊണ്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഓഫീസ് അസിസ്റ്റന്റ് രേവതി കോൾ അറ്റൻഡ് ചെയ്തു. അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഹരി ചോദിച്ചു. ഇല്ല, ഞാൻ റൂമിലാ, രേവതി പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവരുടെയൊക്കെ ഒപ്പം ആയിരിക്കുമെന്ന്, ഹരി പറഞ്ഞു. അവിടെ ആയിരുന്നു, ഇപ്പം എവിടേക്ക് വന്നതാ. എന്താ വിളിച്ചത്? രേവതി ചോദിച്ചു. വെറുതെ എൻ്റെ പെണ്ണിനോട് സംസാരിക്കാൻ. ഇന്ന് ഓഫീസിൽ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഹരി പറഞ്ഞു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, രേവതി പറഞ്ഞു. എനിക്കിപ്പോൾ അവളെ ഒരു കട്ടുറുമ്പായിട്ടാ തോന്നുന്നത്. പാവം വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് നടക്കുന്നവളാ. തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് അവളുടെ മുന്നിൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം, ഹരി പറഞ്ഞു. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയുകയാണെങ്കിൽ അറിഞ്ഞോട്ടെ, അതിനെന്താ കുഴപ്പം? രേവതി ചോദിച്ചു. ആരെങ്കിലും അറിയുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. എങ്കിലും ഏട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ മറ്റാരും അറിയരുതെന്നുണ്ട്, ഹരി പറഞ്ഞു. ശ്രീയേട്ടന് ഇന്ന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഹരിയേട്ടൻ ചോദിച്ചു നോക്കിയോ? രേവതി ചോദിച്ചു. ഒന്നും ആയിട്ടില്ല. ജാതകം നോക്കാതെ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നിൽക്കുന്ന വല്ല കുടുംബം ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടുമായിരിക്കും. ജാതകം നോക്കി നടന്നാൽ ഏട്ടൻ്റെ കല്യാണം ഇപ്പോൾ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ഹരി പറഞ്ഞു. ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ തന്നെ കല്യാണാലോചന നടത്തണം. കെട്ടാറാവുമ്പോൾ പെണ്ണന്വേഷിച്ച് നടന്നാൽ ചിലപ്പോൾ വൈകിയെന്ന് വരും. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പ്രണയിക്കണം, രേവതി പറഞ്ഞു. ജോലി ആയതിനു ശേഷമല്ലേ കല്യാണാലോചന തുടങ്ങാൻ പറ്റൂ. ജോലി ആവുന്നതിന് മുൻപ് കെട്ടുന്നത് എങ്ങനെയാ? ഏട്ടന് 25 വയസ്സിലാ ജോലി കിട്ടിയത്. അപ്പം മുതൽ തുടങ്ങിയതാ പെണ്ണന്വേഷിക്കാൻ. ഇപ്പോൾ 32 വയസ്സായി, ഹരി പറഞ്ഞു. ശ്രീയേട്ടന് കോളേജിൽ പഠിക്കുമ്പോഴെങ്ങാനും പ്രണയമുള്ളതായി ഹരിയേട്ടൻ അറിയില്ലേ? രേവതി ചോദിച്ചു. ഏട്ടൻ അങ്ങനെ പ്രണയിച്ച് നടക്കുന്നൊരു ടൈപ്പൊന്നും ആയിരുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ ഈ പ്രായം വരെ കെട്ടിച്ചു വിടാതിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടാകുമോ? ഹരി ചോദിച്ചു.
അപ്പോൾ ശ്രീയേട്ടൻ ഹരിയേട്ടനെ പോലെയോ ജിത്തുവിനെ പോലെയോ അല്ല, നല്ല ജെന്റിൽമാനാ അല്ലേ? രേവതി ചോദിച്ചു.